സോ വെൽക്കം ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വ്ളോഗിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. പക്ഷേ ഈ ഒരു വ്ളോഗ് നമ്മൾ 4K നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതും നമ്മുടെ DJI Osmo Pocket 3 എന്നുള്ള നമ്മുടെ വ്ളോഗിങ് ക്യാമറയിലാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെട്ടി എന്താണെന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ലൈഫിലെ ഒരു പേഴ്സണൽ ഒരു സംഭവം കൂടിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാപ്ടോപ്പാണ്. എനിക്ക് 2 അനിയത്തിമാരുള്ളത്. ഒരാളിപ്പോൾ BPharm ഫൈനൽ ഇയർ ആണ്. ഒരാൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് പുറത്ത് പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് നഴ്സിംഗ് പഠിക്കണം. അപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കണം എന്ന് ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലം അതിൻ്റെ പിന്നാലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ എല്ലാം സെറ്റായി, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ അങ്ങനെ പുറത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മൾ യാത്ര അയക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളെല്ലാം കാണിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. അവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ, അവിടെ പഠിക്കുന്ന എല്ലാം ലാപ്പിലാണ് എല്ലാം പഠിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ലാപ്പ് ഉണ്ടായിരുന്നു. ഞാനത് ആ ടൈമിൽ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് നമ്മളതൊരു ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്കിപ്പോൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് ലാപ്പ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതായത് അവിടെ പഠിക്കാൻ ലാപ്പില്ലാണ്ട് പറ്റില്ല, നടക്കില്ല. അവിടെ ലാപ്പിലാണ് മെയിൻ സ്റ്റഡി കാര്യങ്ങളൊക്കെ ലാപ്പിലാണ് വരുന്നത്. അപ്പോൾ ലാപ്പില്ലാണ്ട് നടക്കില്ല. പിന്നെ അവിടെ പോയിട്ട് ലാപ്പ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റിംഗ് വിലയൊക്കെ ആവും. ഇവിടുന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ലാപ്പ് അർജൻറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു ലാപ്പ് എടുത്തു കൊടുക്കാമെന്ന് വെച്ച്, ഒരു സ്റ്റഡി ലാപ്ടോപ്പ് എന്ന രീതിയിലുള്ള ഒരു ലാപ്പ് എടുത്ത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ മോഡൽ കറക്റ്റ് ഏതാ മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോഡൽ. അതായത് ലിനോവോ IdeaPad Slim 3 എന്ന് പറയുന്ന 13th Gen ഇന്റലിൻ്റെ i7 വരുന്ന ഒരു മീഡിയം സ്പെക്കുള്ള ഒരു സ്റ്റഡി ലാപ്ടോപ്പാണ്. ഞാൻ ആമസോണിൽ നിന്ന് എടുത്തതാണ്. 4 വർഷത്തോളം പഠിക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലാപ്പ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഞാനത് എടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി നമുക്ക് വഴിയെ കാണിച്ചാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വല്യമ്മ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കല്യാണത്തിന് പോയിട്ട് അവരിപ്പോൾ തിരിച്ചു വരികയാണ്. ക്ലാരിറ്റി ഒക്കെ ഇനി കേട്ടോ. കുഞ്ഞാപ്പ ഈ സാധനട്ടെ, എനിക്ക് വാനക്കും ആവശ്യമുള്ളല്ലേ. ഏതാ ഡ്രസ്സ് ഇട്ടോ? ഇത് മറ്റേ മണാലി, നല്ല വില ഉണ്ടോ, നല്ല റേറ്റ് ഉണ്ടായി സാധനം. മണാലി പോകുമ്പോൾ വാങ്ങിയതാണ്, മറ്റേ തെർമൽസ്, തണുപ്പ്. അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് എൻ്റെ പച്ചപ്പെട്ടി. ഈ പച്ചപ്പെട്ടി ഇതാണ് ഏറ്റവും വലുത്. ഇതോ വാങ്ങിയത് എൻ്റെ, ഇത് ഞാൻ കൊണ്ടുപോകാറുള്ളതാ. ഇതാ വലുതല്ലേ. ഇത് ഞാനിങ്ങനെ ലോങ് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇതും ഈ പെട്ടി ഇത് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ 2 പെട്ടിയിൽ ഇതിലൊക്കെ സാധനമായോ? അത് നേരം പോലെ ഒതുക്കി വെച്ചാൽ മതി. നിങ്ങൾക്കൊന്ന് മടക്കിയൊക്കെ അറിഞ്ഞൂടാ. ഇതുണ്ടല്ലോ വേറെ രസം വെച്ചിട്ടോ. അതവിടെ ഞാൻ ഇപ്പം എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അതിൻ്റെ ഫേസ് ട്രാക്കിങ് നമ്മളെ പിന്നാലെ ഇങ്ങനെ വരും. ഇതെന്ത് പറ്റത്തിൻ്റെ അല്ലേ, ബെൻസിൻ്റെ അതാണോ? അല്ലേ, ഗുണാകേവ്. നാളെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. നാളെ പുലർച്ചെ 5 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് രാത്രി അവിടെ 2 മണി, സൈഫർ സൈഡിൽ നിന്ന് 2 മണിയാകുമ്പോഴേക്കും എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ഇവിടുന്ന് രാത്രി പോകും. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് വെച്ചാൽ, എമിറേറ്റ്സ് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ അത് ത്രൂവാണ് അവരുടെ ബാക്കി സംഭവങ്ങളും വിസ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനത് ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റായതാണ്. അപ്പോൾ അതുവഴിയെല്ലാം സെറ്റാക്കി ഫുൾ കുറേ കാലം കുഞ്ഞാപ്പയിൻ്റെ പിന്നാലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ജോർജിയ പോകണം. ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ
അപ്പോ ഇനി പോയിട്ട് നിന്ന് വരാ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ സാധനമുള്ളത് നമുക്ക് എടുക്കണ്ടേ ആ സാധനം എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവിടെ ഞാനൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. ഇവിടെ ഒരു സ്മാർട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കട്ടോ, ഇത് പിന്നെ കണ്ട് ഇനിയിപ്പോൾ അത് നമ്മളെങ്ങോട്ട് മൂവ് ചെയ്താലും കണ്ടോ പിന്നാലെ മൂവ് ചെയ്യും. സാധനം കണ്ടോ, അത് നമ്മളെവിടെ പോയാലും പിന്നാലെ നമ്മൾ 360 സാധനമാണ്. 360 വരും. ഇവിടെ ഇത് എന്താ സാധനം വെച്ചിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ഒരു പാത്തു കുഞ്ഞിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സാധനം എടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ പെട്ടി കാറ് കൊണ്ടവെള്ളം വെച്ചിട്ട് പച്ചുണ്ടാക്കും. കുഞ്ഞാപ്പൻ്റെ സാധനം വരുന്നത് തണുപ്പ്. ഇത് അറിയാത്ത ഇത് കുഞ്ഞുട്ടി പാത്തു, നമ്മുടെ ആദ്യം വരെ പാത്തുവിൻ്റെയും പിന്നെ അവരെ ഒരേ ഒരു. അപ്പോൾ നമുക്ക് സംഭവം ദേ നമ്മുടെ പെട്ടി വന്നത്. ദേ കുഞ്ഞുട്ടി എന്താ സാധിച്ചു നോക്കുന്നുണ്ട്. ഒച്ച ഉണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കിയാൽ ചെയ്യില്ല ഉണ്ടല്ലേ കുഞ്ഞുട്ടി? നോക്കടാ, ഒച്ച ഉണ്ടാക്കരുത്, അങ്ങനെ ചെയ്യാൻ വരരുത്. ഒച്ച ഉണ്ടാക്കില്ല, ഒച്ച ഉണ്ടാക്കിയാൽ ചെയ്യില്ല ഉണ്ടല്ലേ? പോയി അന്ന 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 വേണ്ട പോടാ പൊട്ടിക്ക്. ഇതെന്താ? ഇതിനകത്ത് ഓപ്പറേഷൻ കഴിയുന്ന സാധനല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ക്യാമറ പ്രത്യേകിച്ച് നമുക്ക് ഈ സാധനം ഇങ്ങനെ കുത്തനെ എവിടെ വേണമെങ്കിൽ വെക്കാം. വെച്ചിട്ട് നമുക്ക് ആരും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് സ്വയം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഫേസ് ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് നമ്മളതിന് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ ഓഫ് ചെയ്താണ് സാധാരണ ഓരോ നല്ല വലിപ്പുള്ള ബാഗിൽ നമുക്ക് കൊള്ളാവുന്ന ഇത് പൊരച്ചിട്ട് നല്ല വലിയ സ്ക്രീനിൽ വാങ്ങാൻ. ഇത് നമുക്ക് ഒതുങ്ങിയാണ്, അധികം വെയിറ്റില്ല. അത് പിടിച്ചേ വെയിറ്റ് കുറവല്ലേ? വെയിറ്റ് കുറവുള്ളതാണ്. പിന്നെ ബാഗിൽ എനിക്ക് ഒതുങ്ങുന്ന ടൈപ്പ് ഓവർ വലിപ്പുള്ള സ്ക്രീൻ വേണ്ട വെച്ചിട്ടാണ് വാങ്ങി. ഇത് i7 പ്രൊസസ്സറാണ്, 512 GB SSD. i7 ഒന്നുകൂടി ആദ്യം ബാക്കിയുള്ള i5 ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി നല്ല പ്രൊസസ്സറൊക്കെ വരുന്നത്. വെയിറ്റ് കുറവല്ലേ? പിന്നെ ഇവിടെ ഇത് സ്ലൈഡർ എന്താണ്, ഇത് റിമൂവ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ക്യാമറയുടെ, ഇതിപ്പോൾ ക്യാമറ ആവശ്യമില്ലാത്ത സമയത്തില്ലേ നിങ്ങൾ നീക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഇതാക്കി കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആയിട്ട് ഇവിടെ കവർ ചെയ്യുക ക്യാമറ മൊത്തത്തിൽ. അതിൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ട് ഇവിടെ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞാനും കുഞ്ഞുട്ടി ഇവിടെ ഒരു പണിയില്ലാണ്ട് ചുമ്മാ ഇരിക്കുന്നു. പിന്നെ കുടിക്കാൻ കിടന്നുറങ്ങുക. എന്താടാ നോക്കണേ, അന്നെ പെട്ടിയിലാക്കി കൊണ്ടോട്ടെ, ജോർജിയെ കൊണ്ടോട്ടെ. അവിടെ നല്ല തണുപ്പാണ്, നമുക്ക് തണുപ്പ് പറ്റില്ല. കൊണ്ടോട്ടെ തന്നെ. കൊണ്ടോട്ടോ, എന്നെ പെട്ടിയിലാക്കി കൊണ്ടോട്ടെ. ഇവനെ DNA എടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷമായി ഇവനക്ക്, അതായത് പാത്തുവിൻ്റെ മകനാണോ മകളാണോ എന്നറിയാണ്ട് DNA എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് പോയിട്ട് ഞാനത് വ്ളോഗ് എടുക്കണം വിചാരിച്ചു, മറന്നുപോയി. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു ഇവൻ്റെ സ്വഭാവവും ഇതൊക്കെ വെച്ചിട്ട് ഇവനെ ഒരു ആൺകുട്ടിയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയായിരുന്നു. ഇവനല്ല ഇവളായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഒരു പെയറിനെ സെറ്റാക്കണം. ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ പെയറിനെ
സെറ്റാക്കണം കുരുത്തം കെട്ട സ്വഭാവം. അവിടെ പാത്തുട്ടുണ്ട് കുഞ്ഞുണ്ട്. ഇപ്പം മൂന്ന് പേരാ ഉള്ളത്. പാത്തു, കുഞ്ഞു, അവരുടെ മകളായ കുഞ്ഞുട്ടി. ഇനി കുഞ്ഞുട്ടിക്കൊരു പേര് കുരുത്തം കെട്ടോ അതാ പറഞ്ഞില്ലേ, കുരുത്തം കെട്ടോ ഈ പൊക്കോ, എടുത്ത് വരണ്ട, പൊക്കോ. ഇതേ എന്നാ മതിയോ? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ? ഓന് ഉറക്കം വന്നിട്ട് കുരുത്തം കെട്ട അങ്ങനെ. ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പൊക്കോ 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 പൊക്കോ. ഉറങ്ങണോ പോണോ? കണ്ടോ ഇത്രയും ഡ്രസ്സ്, കുറേ ഡ്രസ്സൊക്കെ ഒന്ന് കൊണ്ടുപോകണം. കുറേയൊക്കെ സാധനങ്ങൾ ഇതാക്ക്. പാക്കിംഗ് ഒക്കെ സൈഡ്. അപ്പോൾ ഇതേ നമ്മുടെ ലാപ്പ് സെറ്റ് ആയിക്കോ. ഞാൻ അപ്പോൾ സാധനം സെറ്റായി. ഇവിടെ ഇപ്പോൾ പോയിട്ട് പൈസ കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട് ഡോളറിൽ. കാരണം ജോർജിയയിൽ വേറെ കറൻസിയാണ്, പക്ഷേ അത്യാവശ്യം പോയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോളർ കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ US ഡോളേഴ്സ്. ഞാനും ഈ സാധനം ആദ്യമായിട്ട് നേരിട്ട് കാണാം, US ഡോളേഴ്സ്. അപ്പോൾ ഇതാണ് ഇത്. $1, $1 ഡോളറിൻ്റെ കറൻസി ഇത്. പിന്നെ ബാക്കിൽ $100 കറൻസി ഇത്. $100 $100. പിന്നെ $5 $5 കറൻസി. അങ്ങനെ കുഞ്ഞാപ്പൂ പോവാണ്. എടുത്തച്ചാളോ അതിൻ്റെ സ്പെക്ക് ഇതാണ്. കുഞ്ഞാപ്പൂ PC 32 GB റാം. അപ്പോൾ നമ്മുടെ ആപ്പിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ബാക്കി ഇഷ്ടത്തിന് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ചെയ്തോളൂ. ഇവിടെ വെയിറ്റൊക്കെ നോക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളുടെ വെയിറ്റൊക്കെ നോക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മൊത്തം പാക്ക് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് താഴെ പോയേക്കാം. ഒരു 10:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഓൾമോസ്റ്റ് പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. താഴെ കുടുംബക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇച്ചൂനാണെങ്കിൽ നാളെ പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത്. ഇവർക്ക് എപ്പോഴും അതെ, എന്ന് നോക്കിയാലും പരീക്ഷ, എന്തുണ്ടെങ്കിലും പരീക്ഷ വെച്ചുണ്ട്. ഇപ്പോൾ 40 കിലോണ് ഹലോടെ ഉള്ളത്. കറക്റ്റ് 40.5 ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് ചെറിയ വ്യത്യാസം വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു, അറിയില്ല. അപ്പോൾ ചെയ്യാണ്ടായിട്ടോ കുറേ പുറത്തൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. മരുന്നും അത്യാവശ്യമുള്ള മരുന്ന് സാധനങ്ങൾ. ഇനിയിപ്പോൾ പേര് എഴുതി ഒട്ടിക്കണം. പേര് ഇത് എഴുതിയുണ്ട്. റിസാന കൊച്ചി ടു ടിബിൽസി, എന്തൊരു പേര്, ടിബിലിസി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആക്ച്വലി കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇവിടുന്ന് നേരെ അബുദാബിയിൽ നിന്ന് നേരെ ടിബിൽസി എന്ന് പറഞ്ഞിട്ടുള്ള എയർ അറേബ്യയുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഈ ഒരു പെട്ടി കുഴപ്പമില്ല. ഇത് അങ്ങനത്തെ പെട്ടി അധികം ഈ ഒരു പെട്ടി കാണില്ല. കാരണം ഞങ്ങൾക്ക് പച്ചട വരാന്നുള്ളതുകൊണ്ട് ഞാൻ പച്ചട അങ്ങനത്തെ എടുത്താണ്. ഇങ്ങനത്തെ അധികം കാണില്ല. പക്ഷെ മറ്റേത് റെഡ് കളറിലായതുകൊണ്ട് അത് കോമൺ ആണ്, എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നല്ല രണ്ടിലും ഒട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. റിസാന കൊച്ചി ടു ടിബിലിസി. എന്ത് പേര്. അപ്പോൾ ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ താഴെ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ വണ്ടി അൽക്കസാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് താഴെ. ഒരാൾ സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാത്രി സ്കൂളിൽ പോകാനുണ്ട്. കാരണം അവൾക്ക് നാളെ എക്സാമാണ്. അപ്പോൾ തിരിച്ച് രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ തിരിച്ച് ഇവൾ ആദ്യം വരുന്നില്ല എന്നുള്ളതിൽ പിന്നെ തിരിച്ച് വേഗം വരാമെന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോൾ
തിരിച്ച് രാവിലെ 8 വരെ ആകുമ്പോഴേക്കും കോളേജ് എത്തണം. അപ്പോൾ നേരെ ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ ഈ ഡ്രസ്സിൽ അങ്ങ് പോയാൽ നേരെ അങ്ങനെ കോളേജ് പോയാൽ മതിയല്ലോ. ഏത് ഐഡിയ നോക്ക്. നോക്കട്ടെ. ഒത്തിരി ഇഷ്ടപ്പെട്ട PUBG മിലിറ്ററി ബേസ്. ഇതെൻ്റെ ബാഗ്. ഇതും എൻ്റെ സാധാ ബാഗ്. എൻ്റെ പെട്ടി, എൻ്റെ ലഗേജ് ആണെങ്കിലും എൻ്റെ എല്ലാം എൻ്റെ അടിച്ചു വെച്ചോട്ടോ. അപ്പോൾ മറന്നില്ലല്ലോ. സാധാരണ എവിടെയും പോയിട്ട് വരുമ്പോഴാണ് ഇതേപോലെ നോക്കുക. ഇത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നോക്കുക. ഞാൻ ഇപ്പോൾ ഇത് ഇത് ബാക്ക് വെച്ചു ഐഫോണിൻ്റെ. എല്ലാവരും ടാറ്റ പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെ പറയും. ഞാൻ പോവാണ് ക്ലാസ്. നമ്മൾ ഉപ്പയും ഉമ്മയും എവിടെയെന്ന് നമ്മൾ വിചാരിക്കണം. ഉപ്പയും ഉമ്മയും അൽക്കസാറിലാണ് വരുന്നത്. കാരണം ഞാൻ ഇവിടുന്ന് അവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ നേരെ പിന്നെ കൊച്ചി പോയി ചെയ്യാം. ഈ ആഴ്ച കുറേ പരിപാടിയുണ്ട്. മറ്റേ ലാൻഡ് BMPS കൊച്ചി വെച്ചിട്ടാണ്. അതിൻ്റെ പരിപാടികൾ 3 ദിവസം ഉണ്ട്. അതിനിടയ്ക്ക് 25-ാം തീയതി ട്രിവാൻഡ്രം പോകുന്നുണ്ട്. ട്രിവാൻഡ്രം ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഉച്ചക്ക് കൊച്ചിയിൽ നിന്ന് വന്നുള്ളൂ. ഉച്ചക്ക് കൊച്ചി വന്ന് ഇപ്പോൾ നേരെ തിരിച്ച് കൊച്ചിക്ക് തന്നെ ഇപ്പോൾ രാത്രി പോവാണ്. ഇവിടെ ഒരാൾ എക്സാമിന് ഇരുന്ന് പഠിക്കുന്നുണ്ടോ. അപ്പോൾ വീട് എടുക്കൊണ്ട് വന്നു. ബാക്കിൽ ഇരുന്നിട്ട് എക്സാമിന് ഇരുന്ന് പഠിക്കുകയാണ്. പാവം. അവസാന കൊല്ലം, B.Pharm-ന്റെ അവസാന കൊല്ലം ഫുൾ എക്സാം. ഞാൻ എപ്പോൾ എന്ത് പരിപാടി ഉണ്ടായാലും അവൾക്ക് പരീക്ഷ ക്ലാസ്. ഇതാണ് ജീവിതം. അപ്പോൾ നമ്മളങ്ങനെ ടെർമിനൽ 3 ഇവിടെ ചാർജ് കൊണ്ട് ഇതുണ്ട്, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ തന്നെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അവരിപ്പോൾ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ ഇവിടെ എയർപോർട്ടിലെത്തി സംഭവ സാമഗ്രികളെല്ലാം വെച്ച് ഞാൻ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ടോ? ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ട് ഉറങ്ങാം. ഇവിടെ വന്നിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് കൂടി, 2 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പെട്ടിയൊക്കെ വീണ്ടും പൊട്ടിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അച്ചാറ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കൂടെ ഒരു ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ 2 പേരും എത്തി. ചുവാ അപ്പോൾ ലഗേജും ഇതൊക്കെ തൂക്കി കുഞ്ഞാപ്പൂ പോവാണ്. കുഞ്ഞാപ്പൂ അവളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട്. അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ബാക്കിൽ. പോയിട്ട് വാ. എന്തുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പറ്റില്ല. ആര് പോവാ? പോട്ടെ. നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരി തൻ പാൽമഴത്താ നാൾ വഴിയേ നാമണയേ ഉയലിടാൻ കാറ്റലതാ സായുജ്യമായി നിതാ ഈ ഭൂമി പാടും. അപ്പോൾ അവരങ്ങനെ എന്താ പറയുക, യാത്ര പറഞ്ഞു പോയി. അങ്ങനെ ഇമിഗ്രേഷൻ അതൊക്കെ അതിനോട്ട് പോയി. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. എന്താ പറയുക, അങ്ങനെ പോയി. ഇനി എപ്പോൾ കാണുമെന്നൊന്നും അറിയില്ല. എന്തായാലും എന്താ പറയുക, എന്താ പോലെ. അപ്പോൾ
സങ്കടമൊന്നുമില്ല വെച്ചാൽ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് അനിയത്തിമാർ എന്നെ അടുക്കളയിൽ നിന്ന് എൻ്റെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയൊക്കെ ആയിരുന്നു പോകുന്നതിന് കുറച്ച് മുന്നൊക്കെ ആയിട്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി അവരൊക്കെ സങ്കടത്തിൽ, എല്ലാവരും സങ്കടത്തിലല്ല, അതിനോട് കൂടെ ഞാനും കൂടെ ഇനി സങ്കടമായിട്ടൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇനി എപ്പോഴേലൊക്കെ പോയിട്ട് കാണണം, എപ്പോഴേലൊക്കെ. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ എന്താ പറയുക, അടുത്ത വ്ലോഗിൽ കാണാം.